അനിൽകുമാർ കൂടി ചേരുകയാണ് സിപിഎം നേതാവ്. ശ്രീ അനിൽകുമാർ, നോക്കൂ, ഇവിടെ സർക്കാർ വലിയൊരു പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ് പൊതുവെ ഉണ്ടാകുന്ന വിലയിരുത്തൽ. ഒന്ന്, യുവതീ പ്രവേശനത്തിൽ നിന്ന് പിന്നോട്ടു പോകാനും അതിൽ നിന്ന് മുന്നോട്ടു പോകാനും കഴിയാത്ത ഒരവസ്ഥയാണ്. മാർച്ച് 14 മുൻപാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിലപാട് വിശദീകരിക്കേണ്ടതുണ്ട് താനും. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരു നിലപാട് മാറ്റമുണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണല്ലോ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. അത് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? അല്ല, നിലപാട് മാറ്റമല്ല. ഒന്നാമതായിട്ട് ഇതാരാണ് ഈ കേസ് കൊടുക്കുന്നത് പത്രം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെ കേസ് ആര് കൊടുത്തു എന്നുള്ളത് ഒരു പുസ്തകത്തിലും വായിച്ചിട്ട് ആർക്കും മനസ്സിലായില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ 91 വരെ അവിടെ ഒരു നില ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പരിപൂർണനാണ് അദ്ദേഹത്തിന്റെ ഒരു വിധിയിലൂടെ സ്ത്രീ പ്രവേശനം അവിടെ നിശ്ചിത പ്രായപരിധിക്കുള്ളിലുള്ളവരെ ഒഴിവാക്കിയത്. ആ വിധി LDFന്റെ ബോർഡ് നടപ്പാക്കിയിട്ടുണ്ട്, LDFന്റെ ഭരണസമിതി നടപ്പാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് പരിപൂർണ കമ്മീഷന്റെ അല്ലെങ്കിൽ പരിപൂർണൻ ബെഞ്ചിന്റെ വിധി നടപ്പാക്കിയവരാണ് കേരളത്തിലെ ഇടതുപക്ഷം. ഞങ്ങളാരും ഏതെങ്കിലും പ്രത്യേകമായ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടില്ല. ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അഭിപ്രായം ഇല്ലാത്തവരാണോ? പക്ഷേ രാജ്യത്തിന്റെ ഭരണഘടന എന്ത് പറയുന്നു ഈ കാര്യത്തിൽ? ഇതാണ് ചോദ്യം. അതിന് ഭരണഘടനാ കോടതി ഉത്തരം പറയുക. ഇപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരത്തിൽ അവർക്ക് തന്നെ സംശയം. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ഇത് പുനഃപരിശോധിക്കുന്നു. ഇതിനെതിരെ കേരള സർക്കാർ യോഗത്തിലാകുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഹർജി പുനഃപരിശോധിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് ചോദിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന സർക്കാരിന് അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. തുല്യതയ്ക്കും സമത്വത്തിനും വേണ്ടി നിലപാട് സർക്കാർ കൂടിയാണ്. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കാം. ഞങ്ങളുടെ നിലപാട് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണോ വേണ്ടോ എന്നതിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായ ഒരു അഭിപ്രായത്തിലുള്ള പ്രശ്നമില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് നിലപാട് എന്താണ്? ഇത് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ആ മതത്തിനകത്ത് സ്വീകാര്യമായ നില എന്താണ് എന്നതിനെ സംബന്ധിച്ച് അതിലെ പണ്ഡിതന്മാരുടെ ഒരു കമ്മിറ്റിയെ വിളിച്ച് പഠിക്കണം. അത് കോടതി കണക്കിലെടുക്കണം. ഇതിന്റെ ഞങ്ങളുടെ അഭിപ്രായം. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണക്കിലെടുത്തിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ വിധി കാണുന്നത്. അല്ല, അങ്ങനെ ഒരു കമ്മിറ്റി ആര് വെക്കണമെന്ന് കോടതി വെക്കണം. കോടതിക്കാണ് അതിന് അധികാരം. എന്താണ് പ്രശ്നം? ഭരണഘടന പറയുന്നു സ്ത്രീ പുരുഷ തുല്യത. അതിൽ ശബരിമല എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ ആണ്. എക്സെപ്ഷൻ ആണെന്നുള്ളതിന്റെ തെളിവെടുത്ത് പരിശോധിക്കേണ്ടത് ആരാണ്? ഹിന്ദുമതത്തിലെ പണ്ഡിതന്മാർ. അവരുടെ കമ്മീഷനെ വെച്ച് കോടതി കേൾക്കണം എന്നല്ലേ ഞങ്ങളുടെ നിലപാട്. ഇതിപ്പോ ഇന്ന് ഏതെങ്കിലും തരത്തിൽ ചക്രവ്യൂഹത്തിന് രക്ഷപ്പെടാൻ പറയുന്നതല്ല. ഞാൻ പണ്ട് എഴുതി കൊടുത്ത കാര്യമാണ്. അത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരൊന്നും കണക്കിലെടുത്തില്ല. അതിന് കാരണം എന്താണ്? അന്ന് RSSന്റെ നിലപാടുണ്ടായിരുന്നു, അന്ന് കോൺഗ്രസിന്റെ നിലപാടുണ്ടായിരുന്നു. RSS ഇപ്പൊ ആ നിലപാട് തിരുത്തലായിട്ട് കണ്ടില്ല. രാഹുൽ ഗാന്ധി ആ നിലപാട് തിരുത്തലായിട്ടും കണ്ടില്ല. പിന്നെ ആകെ പട്ടികത്തിൽ പെടുത്താൻ പറ്റുന്ന ഒറ്റ കൂട്ടത്തിലുള്ളൂ ഇടതുപക്ഷം. ഇതൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാവാത്ത കാര്യമല്ല. അതുകൊണ്ട് ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണയ്ക്കും ഇടകൊടുക്കാത്ത വിധം ആ വിഷയത്തിനകത്ത് നിയമപരമായ പരിഹാരം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷേ ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എന്തായിരിക്കും എന്നത് പറയാൻ സർക്കാരിനോ നിയമമന്ത്രിക്കോ പോലും കഴിയുന്നില്ലല്ലോ. അല്ല, ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടുക. അവര് പറയുന്ന എന്താ ഞങ്ങളങ്ങനെ മുൻകൂട്ടി പറയും. അവര് പറയാൻ പോകുന്ന കാര്യം എന്താ? അനിൽകുമാർ, എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ഒരു പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടേണ്ടത്? നോക്കൂ, ഇപ്പോൾ CPMന്റെ ചരിത്രം നോക്കിയാൽ മാറുമരയ്ക്കൽ സമരം തൊട്ട് ഇങ്ങോട്ട് ക്ഷേത്രപ്രവേശനത്തിൽ ഉൾപ്പെടെ ആചാരങ്ങളെ ചോദ്യം ചെയ്ത് അത് ലംഘിച്ചുണ്ടാക്കിയ നവോത്ഥാനമാണ്. ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് അതിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു പാർട്ടിക്ക്? അല്ല, നിങ്ങള് ചോദിക്കുന്ന ആള് ഇത് മനസ്സിലാക്കിയിട്ട് ചോദിച്ചോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഏത് ആചാരത്തിൽ ലംഘിക്കാനാണ് ഇറങ്ങി പുറപ്പെട്ടത്? LDFന്റെ പ്രകടന പത്രികയിൽ ആചാരം ലംഘിച്ചു ഞങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഞങ്ങളുടെ ആരെങ്കിലും ആചാരം ലംഘിക്കാൻ എവിടേക്കെങ്കിലും പോയോ? എന്നാ CPM 4 ആള് ആചാരം ലംഘിക്കാൻ അമ്പലത്തിലേക്ക് പോയേക്കാം, പള്ളിയിലേക്ക് വന്നേക്കാം. ഞങ്ങൾ ആരിലേക്ക് ഇറങ്ങിയോ? നമ്മൾ ചുമ്മാ ആരോ പറയുന്നത് കേട്ടിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ട് തിരക്കഥയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളെ ആക്രമിക്കുകയാണ്. ഞങ്ങളൊരു ആചാര ലംഘനത്തിന് പുറപ്പെടുകയല്ലേ ഇത്. ലംഘിക്കേണ്ട ആചാരങ്ങൾ ഉണ്ടായിരുന്നു. വഴി നടത്താനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിന്റെ അവകാശം, ഇതെല്ലാം ലംഘിച്ചതാണ്. വസ്ത്രം ധരിക്കാനുള്ള അവകാശം പോരാടി നേടിയതാണ്. ഒരു ക്ഷേത്രത്തിനുള്ളിലെ കാര്യത്തിനകത്ത് ഞങ്ങളുടെ നിലപാട് എന്താണ്? അത് ആ മതത്തിലെ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായി ബന്ധപ്പെട്ട് പണ്ഡിത ശ്രേഷ്ഠന്മാർ ചിന്തിച്ചു പറയട്ടെ. എന്താണ് പറയേണ്ടത്?
ശബരിമല എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ച് ഇപ്രകാരം ഒരു വ്യത്യസ്ത നിലപാടെടുക്കാൻ കഴിയുന്ന വിധം അവിടെ ആചാരപരമായ ഒരു സംരക്ഷണം ഉണ്ടെങ്കിൽ അത് കോടതിയോട് അവർ പറയട്ടെ. ഇത് ഞാൻ ഇന്ന് പറയുന്നത് അല്ല കേട്ടോ, ഇത് ഞങ്ങൾ പണ്ടേ സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തതാണ്. അന്നത്തെ ജഡ്ജിമാർ അത് കേട്ടാത്തതിന് കാരണം ഞങ്ങൾക്കറിയാം. ഇപ്പൊ ജഡ്ജിമാർ കേൾക്കുന്നുണ്ടെങ്കിലും കാരണം ഞങ്ങൾക്കറിയാം. ഇതിന്റെ എല്ലാം പിന്നിൽ സംഘപരിവാര രാഷ്ട്രീയമാണ്. ഏപ്രിൽ മാസത്തിലെ ഹിയറിങ്ങിന് വെച്ചതും സംഘപരിവാര രാഷ്ട്രീയമാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു അജണ്ടയും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വികസനം എന്ന LDFന്റെ അജണ്ടയെ അട്ടിമറിക്കാനാവില്ല. ഇത് സംഘപരിവാരത്തിന്റെ കുടില ബുദ്ധി, അതിന് കേരളം കീഴടങ്ങില്ല.